എല്ലാ കൂട്ടുകാർക്കും PSC വിന്നർ സോണിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഏപ്രിൽ 2026 ബന്ധപ്പെട്ട ആനുകാലിക വിവരങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കുന്നത്. എല്ലാ തരത്തിലുള്ള എക്സാമിനേഷനും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് നന്നായിട്ട് കണ്ടു കേട്ട് മനസ്സിലാക്കുക. ഈ ക്ലാസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ വിട്ടുപോകരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതുപോലെ തന്നെ കമൻസും ലൈക്കുമൊക്കെയാണ് പുതിയ ക്ലാസ്സുകൾ ചെയ്യാനായിട്ട് പ്രചോദനമായി തീരുന്നത്. നമ്മൾ എന്തായാലും ഏപ്രിൽ 2026 ബന്ധപ്പെട്ട കറണ്ട് അഫേഴ്സിലേക്ക് പോവുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് ആദ്യത്തെ പോയിന്റ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ലോക പുസ്തക തലസ്ഥാനം കൊളംബിയയിലെ മെഡലിൻ എന്ന്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? യുനെസ്കോ 2027 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ട നഗരം ചോദിച്ചു കഴിഞ്ഞാൽ കൊളംബിയയിലെ മെഡലിനാണ് ലോക പുസ്തക തലസ്ഥാനമായിട്ട് യുനെസ്കോ 2027 തിരഞ്ഞെടുത്തത്. ഏതാണ്? കൊളംബിയയിലെ മെഡലിനാണ്. ഓർത്തിരിക്കണം, കൊളംബിയയിലെ മെഡലിൻ. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ് ഏപ്രിൽ 23 ലോക പുസ്തക പകർപ്പവകാശ ദിനം. എല്ലാ വർഷവും ഏപ്രിൽ 23 ലോക പുസ്തക പകർപ്പവകാശ ദിനമായിട്ട് ആചരിക്കുന്ന. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാം. ലോക പുസ്തക പകർപ്പവകാശ ദിനം ഏപ്രിൽ 23. അപ്പോൾ യുനെസ്കോയുടെ 2027 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ട നഗരം കൊളംബിയയിലെ മെഡലിനാണ്. ഓക്കെ അല്ലേ? എന്ന് മുതലാണ് ലോക പുസ്തക പകർപ്പവകാശ ദിനമായിട്ട് ഏപ്രിൽ 23 ആചരിച്ചു തുടങ്ങിയത്? യുനെസ്കോയുടെ ആഭിമുഖ്യത്തില് 1995 മുതലാണ് ഈ ദിനം ഏപ്രിൽ 23 ലോകമെമ്പാടും ലോക പുസ്തക പകർപ്പവകാശ ദിനമായിട്ട് ആചരിച്ചു തുടങ്ങിയത്. അപ്പോൾ ഈ ലോക പുസ്തക പകർപ്പവകാശ ദിനം ആചരിക്കുന്നതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. വായനയും പുസ്തക പ്രസിദ്ധീകരണവും പ്രോത്സാഹിപ്പിക്കുക, പകർപ്പവകാശത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക എന്നിവയാണ് ഈ പകർപ്പവകാശ ദിനത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. എന്താണ്? വായനയും പുസ്തക പ്രസിദ്ധീകരണങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, അതുപോലെ തന്നെ പകർപ്പവകാശത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഇതിനൊരു ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യമുണ്ട്. എന്താണ് ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യം? ഈ തീയതി തിരഞ്ഞെടുക്കാൻ, ഏപ്രിൽ 23 തിരഞ്ഞെടുക്കാനായിട്ടുള്ള പ്രാധാന്യം എന്താണെന്ന് അറിയാമോ? നമുക്കറിയാം, വിശ്വസാഹിത്യത്തിലെ പ്രമുഖരായ വില്യം ഷേക്സ്പിയർ, അതുപോലെ തന്നെ മിഗൽ ഡി സെർവാണ്ടസ്, ഗാർസിലാസോ ഡെ ലാ വേഗ, ഇവരുടെ ചരമദിനമാണ് ഏപ്രിൽ 23 എന്ന് പറയുന്നത്. ആരുടെയൊക്കെയാണ്? വില്യം ഷേക്സ്പിയർ, മിഗൽ ഡി സെർവാണ്ടസ്, ഗാർസിലാസോ ഡെ ലാ വേഗ. അപ്പോൾ ഈ പ്രത്യേകത മുൻനിർത്തിയാണ് യുനെസ്കോ എന്ത് ചെയ്ത് ഏപ്രിൽ 23 ലോക പുസ്തക പകർപ്പവകാശ ദിനമായിട്ട് തിരഞ്ഞെടുത്തത്. വായനക്കാർക്കും എഴുത്തുകാർക്കും പ്രസാധകർക്കുമിടയിൽ പുസ്തകങ്ങളുടെ പ്രാധാന്യത്തെ അംഗീകരിക്കാനും തലമുറകൾ തമ്മിലുള്ള പാലമായി പുസ്തകങ്ങളെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് യുനെസ്കോ ഈ ഏപ്രിൽ 23 വിഭാവനം ചെയ്തിരിക്കുന്നത് തന്നെ. അപ്പോൾ ഓർത്തിരിക്കണം, ഓരോ വർഷവും ഓരോ നഗരത്തെയാണ് വേൾഡ് ബുക്ക് ക്യാപിറ്റൽ ആയിട്ട്, ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുക്കാറുള്ളത്. അതിൽ 2027 ലോക പുസ്തക തലസ്ഥാനമായിട്ട് തിരഞ്ഞെടുത്തത് കൊളംബിയയിലെ മെഡലിനാണ്. കൊളംബിയയിലെ മെഡലിൻ. അപ്പോൾ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. 2026 ലോക പുസ്തക തലസ്ഥാനം ഏതായിരുന്നു അറിയോ? ഓർത്തിരിക്കണം, ഒരു പക്ഷെ അതും ചോദിക്കാം. 2026 ലോക പുസ്തക തലസ്ഥാനം എന്ന് പറയുന്നത് മൊറോക്കോയുടെ തലസ്ഥാനമായ റബാത്ത് ആണ്. ഇത് മൊറോക്കോയുടെ തലസ്ഥാനമായ
റബാത്തിനെയാണ് 2026 ലോക പുസ്തക തലസ്ഥാന ദിനമായിട്ട്. ഈ 2026 ഏപ്രിൽ 23 ലോക പകർപ്പവകാശ ദിനമായിട്ട്, ലോക പുസ്തക പകർപ്പവകാശ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നതെന്ന് പറഞ്ഞു. ഈ ദിനത്തിൽ ഈ തലസ്ഥാനത്തിന് ലഭിക്കുന്ന പദവി അടുത്ത പകർപ്പവകാശ ദിനം ആചരിക്കുന്നത് വരെ 1 വർഷത്തോളം നീണ്ടു നിൽക്കുന്നതാണ്. അപ്പോൾ 2026 മൊറോക്കോയിലെ റബാത്താണ്, 2027 കൊളംബിയയിലെ മെഡലിൻ. ഓക്കെ അല്ലേ? ഇനി അടുത്ത പോയിന്റിൽ നമ്മൾ പോകുമ്പോൾ ആരെക്കുറിച്ചാണ്? ഹരിവംശ് നാരായൺ സിംഗ്. എന്താണ് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത? ഹരിവംശ് നാരായൺ സിംഗിന്റെ പ്രത്യേകത എന്തായിരുന്നു അറിയുമോ? 2026 ഏപ്രിൽ എന്ത് ചെയ്തു? രാജ്യസഭയുടെ ഉപാധ്യക്ഷനായി തുടർച്ചയായി മൂന്നാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഹരിവംശ് നാരായൺ സിംഗ്. ഇതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് പഠിച്ചിരുന്നു. അപ്പോൾ 2026 ഏപ്രിൽ രാജ്യസഭയുടെ ഉപാധ്യക്ഷനായി 3ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ആര്? ഹരിവംശ് നാരായൺ സിംഗ്. അടുത്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓപ്പറേഷൻ എർത്ത് ഗാർഡ്. എന്താണ് ഓപ്പറേഷൻ എർത്ത് ഗാർഡ്? അറിയോ? ഓപ്പറേഷൻ എർത്ത് ഗാർഡ് എന്താണെന്ന് അറിയോ? കേട്ടിട്ടുണ്ടോ? ഓപ്പറേഷൻ എർത്ത് ഗാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അറിയുമോ? ഓപ്പറേഷൻ എർത്ത് ഗാർഡ് കേരളത്തിൽ വ്യാപകമായി നടക്കുന്ന അനധികൃത മണ്ണ് ഖനനം, മണ്ണ് നീക്കൽ, അതുമായി ബന്ധപ്പെട്ട അഴിമതി എന്നിവ തടയുന്നതിനായി ആരംഭിച്ച മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ എർത്ത് ഗാർഡ്. കേരളത്തിൽ വ്യാപകമായി നടക്കുന്ന അനധികൃത മണ്ണ് ഖനനം, മണ്ണ് നീക്കൽ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട അഴിമതി തടയുന്നതിനായി ആരംഭിച്ച മിന്നൽ പരിശോധനയാണ് ഏത്? ഓപ്പറേഷൻ എർത്ത് ഗാർഡ് എന്ന്. അടുത്ത പോയിന്റിലേക്ക് നമ്മൾ പോകുമ്പോൾ നോക്കിയേ, ഉത്തർപ്രദേശിലെ ഒരു പക്ഷി സങ്കേതത്തെ കുറിച്ചാണ്. ഷേഖാജിയിൽ പക്ഷി സങ്കേതം. ഉത്തർപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന ഷേഖാജിയിൽ പക്ഷി സങ്കേതം. എന്താണ് ഇതിന്റെ പ്രത്യേകത അറിയോ? 2026 ഏപ്രിൽ ഇന്ത്യയിലെ 99ാമത് റാംസർ സൈറ്റായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷേഖാജിയിൽ പക്ഷി സങ്കേതമാണ്. ഉത്തർപ്രദേശിലെ ഷേഖാജിയിൽ പക്ഷി സങ്കേതമാണ് ഇന്ത്യ 2026 ഏപ്രിൽ ഇന്ത്യയിലെ 99ാമത് റാംസർ സൈറ്റായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. ഏതാണ്? ഷേഖാജിയിൽ പക്ഷി സങ്കേതമാണ്. ഓക്കെ അല്ലേ? നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ്. ഇവിടെ നോക്കിയേ, സിക്കിം സുന്ദരി എന്ന് കോട്ട് ചെയ്തേക്കുന്നു. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് അറിയുമോ? സിക്കിം സുന്ദരി ഇന്ത്യൻ ആർമി സ്ഥാപിച്ച സിക്കിമിലെ ആദ്യത്തെ അതിർത്തി ഗ്രാമ കമ്മ്യൂണിറ്റി റേഡിയോയാണ് ഏതടെ? സിക്കിം സുന്ദരി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ആർമി സ്ഥാപിച്ച സിക്കിമിലെ ആദ്യത്തെ അതിർത്തി ഗ്രാമ കമ്മ്യൂണിറ്റി റേഡിയോയാണ് ഏത്? സിക്കിം സുന്ദരി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്കറിയാം, കർണാടകയിലെ ബെന്നാർഘട്ട ബയോളജിക്കൽ പാർക്കിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് ഇപ്പോഴതിന്റെ പ്രത്യേകത? കർണാടകയിലെ ബെന്നാർഘട്ട ബയോളജിക്കൽ പാർക്ക് ഏപ്രിലെ കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട് എന്ത് പ്രത്യേകതയാണ് അവയ്ക്കുള്ളത് അറിയുമോ? ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് 2026 ഏപ്രിൽ എന്ത് ചെയ്തു? ഇന്ത്യയിൽ 4 ചീറ്റപ്പുലികളെ എത്തിച്ചത്. ചീറ്റപ്പുലികളെയാണ് ഓർത്തിരിക്കണം. ചീറ്റപ്പുലികളെ എത്തിച്ചത് കർണാടകയിലെ ബെന്നാർഘട്ട ബയോളജിക്കൽ പാർക്കിലാണ്. ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് എത്തിച്ചത്. ഇനി നോക്കിയേ, അടുത്തൊരു ചാറ്റ് ബോട്ടിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ചാറ്റ് ബോട്ടിന്റെ പേര് അഭയ് എന്നാണ്. എന്താണ് ചാറ്റ് ബോട്ടിന്റെ പേര്? അഭയ് എന്നാണ്. ചാറ്റ് ബോട്ടിന്റെ പേരെന്താണ്? അഭയ് എന്നാണ്. അപ്പോൾ ഈ അഭയ് എന്ന് പറയുന്ന ചാറ്റ് ബോട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അറിയോ? അഭയ് എന്ന് പറയുന്ന ചാറ്റ് ബോട്ട് എന്തിനായിരിക്കും ഉപയോഗിക്കുന്നത് അറിയുമോ? ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാനായി CBI പുറത്തിറക്കിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിതമായ ചാറ്റ് ബോട്ടാണ്. അപ്പോൾ CBI പുറത്തിറക്കിയ ചാറ്റ് ബോട്ടാണ് അഭയ് എന്ന് പറയുന്ന ചാറ്റ് ബോട്ട്.
ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് CBI എന്ത് ചെയ്തത്? അഭയ് എന്ന് പറയുന്ന ചാറ്റ് ബോട്ട് പുറത്തിറക്കിയത്. അടുത്തത് നമുക്കറിയാം, എല്ലാ വർഷവും ലോക ഭൗമ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ഏപ്രിൽ 22 ഏപ്രിൽ 22 ലോക ഭൗമദിനമായിട്ട് ആചരിക്കാറുണ്ട്. ഓക്കെ അല്ലേ? എന്താണ് 2026 ലോക ഭൗമദിനത്തിന്റെ പ്രമേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തിരിക്കണം, നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം എന്നുള്ളതാണ്. എക്സാമിന് ചോദിക്കാം. ഏപ്രിൽ 22 ആചരിച്ച ലോക ഭൗമദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം എന്നാണ്. അവർ പവർ അവർ പ്ലാനറ്റ്. 2026 ലോക ഭൗമദിന പ്രമേയമാണ് എന്ത്? നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം എന്നുള്ളത്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഇവിടെ നോക്കിയേ, കാർലോസ് അൽക്കാരസ്. ആരുടെ കാർലോസ് അൽക്കാരസ്? നമുക്കറിയാം, ഒരു ടെന്നീസ് താരമാണ് അല്ലേ? ഇൻഫോസിസ് ഗ്ലോബലുമായിട്ട് അദ്ദേഹത്തിന് എന്താണ് ബന്ധം? ഓർത്തിരിക്കണം, ഇൻഫോസിസ് ഗ്ലോബൽ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ സ്പാനിഷ് താരമാണ്, സ്പാനിഷ് ടെന്നീസ് താരമാണ് ആര്? കാർലോസ് അൽക്കാരസ്. അപ്പോൾ ഓർത്തിരിക്കണം, ഇൻഫോസിസ് ഗ്ലോബലിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ സ്പാനിഷ് ടെന്നീസ് താരമാണ് കാർലോസ് അൽക്കാരസ്. ഇനി അടുത്തത് ഗുജറാത്തിലെ ധോലേര. എന്താണ് ഗുജറാത്തിലെ ധോലേരയ്ക്ക് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ആദ്യത്തെ ചിപ്പ് ഫാബ്രിക്കേഷൻ പ്ലാന്റ് നിലവിൽ വന്ന, ഇന്ത്യയിലെ ആദ്യത്തെ ചിപ്പ് ഫാബ്രിക്കേഷൻ പ്ലാന്റ് നിലവിൽ വന്നതാണ് എവിടെ? ധോലേരയിലാണ്, ഗുജറാത്തിലെ ധോലേരയിൽ. ഓക്കെ, അടുത്തത് ബ്രിക്സ് ആരോഗ്യ സമ്മേളനം. കേട്ടിട്ടുണ്ടോ ബ്രിക്സ് ആരോഗ്യ സമ്മേളനം? ഈ ബ്രിക്സ് ആരോഗ്യ സമ്മേളനം 2026 ബ്രിക്സ് ആരോഗ്യ സമ്മേളനത്തിന്റെ വേദി ന്യൂഡൽഹിയാണ്. ഏതാണ്? ബ്രിക്സ് ആരോഗ്യ സമ്മേളനത്തിന്റെ വേദി 2026 എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ഇനി ഒരു വ്യക്തിത്വത്തിന്റെ പേരാണ് തൊട്ട് താഴെ കൊടുത്തിരിക്കുന്നത്. എന്താണ് അടുത്ത പോയിന്റ്? മുനി നാരായണ പ്രസാദ്. അറിയുമോ? കേട്ടിട്ടുണ്ടോ മുനി നാരായണ പ്രസാദിനെ കുറിച്ച്? 2026 ഏപ്രിൽ അന്തരിച്ച വർക്കല ആസ്ഥാനമായുള്ള നാരായണ ഗുരുകുല പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷനും ആത്മീയ ആചാര്യനും തത്വചിന്തകനുമായ വ്യക്തിയാണ് മുനി നാരായണ പ്രസാദ്. അടുത്ത ഒരു വ്യക്തിയെ കുറിച്ച് പറയുന്നത് റോമൻ ഗോഫ്മാൻ. ആരാണ് ഈ റോമൻ ഗോഫ്മാൻ? അറിയുമോ ആരാണ് ഈ റോമൻ ഗോഫ്മാൻ? നമുക്കറിയാം, ഇസ്രായേലിന്റെ ഇന്റലിജൻസ് ഏജൻസി ഉണ്ട്. ഏതാണ് ഇസ്രായേലിന്റെ ഇന്റലിജൻസ് ഏജൻസി എന്ന് പറയുന്നത്? മൊസാദ് ആണെന്നറിയാം അല്ലെ? ഇസ്രായേൽ ഇന്റലിജൻസ് ഏജൻസിയായ മൊസാദിന്റെ പുതിയ തലവനായി നിയമിതനായ വ്യക്തിയാണ് ആര്? റോമൻ ഗോഫ്മാൻ. അപ്പോൾ റോമൻ ഗോഫ്മാൻ ആണ് ഇസ്രായേൽ ഇന്റലിജൻസ് ഏജൻസിയായ മൊസാദിന്റെ പുതിയ തലവനായി നിയമിതനായ വ്യക്തി. ഓക്കെ അല്ലേ? ഇനി നമുക്കറിയാം, ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ പാർട്ട് ടൈം ചെയർമാനായി നിയമിതനായ വ്യക്തിയാണ് സിനിമാ താരവും BJP നേതാവുമായ G. കൃഷ്ണകുമാർ അല്ലേ? ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ പാർട്ട് ടൈം ചെയർമാനായി അദ്ദേഹം നിയമിതനായി. ഇനി സ്ലൊവേനിയ. സ്ലൊവേനിയ ഒരു യൂറോപ്യൻ രാജ്യമാണ്. അപ്പോൾ ഇവിടെ ഈ റീസെന്റ് ഒരു പ്രത്യേകതയുണ്ട്. ഊർജ പ്രതിസന്ധി ഉണ്ടായി. എങ്ങനെയാണ്? ഊർജ പ്രതിസന്ധിയെ തുടർന്ന് ഇന്ധന റേഷനിങ് നടപ്പിലാക്കിയ ആദ്യ യൂറോപ്യൻ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതണം സ്ലൊവേനിയയാണ്. ഊർജ പ്രതിസന്ധിയെ തുടർന്ന് ഇന്ധന റേഷനിങ് നടപ്പിലാക്കിയ ആദ്യ യൂറോപ്യൻ രാജ്യം. അടുത്തത് നമുക്കറിയാം, പുതിയ രാജ്യസഭാ സെക്രട്ടറിയായി 2026 ഏപ്രിൽ KS സോമശേഖരൻ ചുമതലയേറ്റത്. ആരാണ് ചുമതലയേറ്റത്? KS സോമശേഖരനാണ് 2026 ഏപ്രിൽ രാജ്യസഭാ സെക്രട്ടറി ആയിട്ട് ചുമതലയേറ്റത്. നമുക്കറിയാം, കാർഷിക മേഖലയിലെ മികച്ച നേതൃത്വത്തിന് നൽകുന്ന അവാർഡാണ് MS സ്വാമിനാഥൻ
പ്രൊഫസർ MS സ്വാമിനാഥൻ അവാർഡ്. ഈ പ്രൊഫസർ MS സ്വാമിനാഥൻ അവാർഡ് 2025 ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ CH ശ്രീനിവാസ റാവുവിനാണ് കാർഷിക മേഖലയിലെ മികച്ച നേതൃത്വത്തിന് നൽകുന്ന 9ാമത് പ്രൊഫസർ MS സ്വാമിനാഥൻ അവാർഡ് ലഭിച്ചത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അതിനോടൊപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കണം, 2026 ലോക ബുദ്ധമത സമാധാന സമ്മേളന വേദി ഹൈദരാബാദാണ്. 2026 ലോക ബുദ്ധമത സമാധാന സമ്മേളന വേദി. ഇവിടെ ഒരു വ്യക്തിത്വത്തിന്റെ പേര് നൽകിയിട്ടുണ്ട്, രഘുറായ്. ആരാണ് രഘുറായ് എന്നറിയോ? എന്താണ് ഏപ്രിൽ അദ്ദേഹത്തിന് പ്രത്യേകത കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട്? അതായത് 2026 ഏപ്രിൽ അദ്ദേഹം അന്തരിച്ചു. ആധുനിക ഇന്ത്യൻ ഫോട്ടോഗ്രാഫിയുടെയും ഫോട്ടോ ജേർണലിസത്തിന്റെയും പിതാവാണ്, ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ആധുനിക ഇന്ത്യൻ ഫോട്ടോഗ്രാഫിയുടെയും ഫോട്ടോ ജേർണലിസത്തിന്റെയും പിതാവ് എന്നറിയപ്പെടുന്ന വിഖ്യാത ഫോട്ടോഗ്രാഫറാണ് ആര്? രഘുറായ്. ഇനി അതുപോലെ 2026 ഏപ്രിൽ 7.7 തീവ്രത രേഖപ്പെടുത്തി ഭൂകമ്പമുണ്ടായി. മെഗാകോക്ക് ജാഗ്രതയാണ് നൽകിയത്. ഈ മെഗാകോക്ക് ജാഗ്രത പുറപ്പെടുവിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജപ്പാനാണ്. ഓക്കെ, ഇനി നോക്കിയേ, ഇവിടെ ഒരു സൈനിക അഭ്യാസമാണ് അടുത്തതായിട്ട് പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്, സൈക്ലോൺ 4. ഈ സൈനിക അഭ്യാസങ്ങളെ കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് ക്ലാസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സൈക്ലോൺ 4 എന്ന് പറയുന്നത് ഒരു സൈനിക അഭ്യാസമാണ്. ഈ സൈനിക അഭ്യാസം നടന്നത് സൈക്ലോൺ 4ന്റെ വേദി ഈജിപ്തിലെ അൻഷാസ് ആണ്. ഈജിപ്തിലെ അൻഷാസ് ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയും ഈജിപ്തും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് സൈക്ലോൺ. ഈ സൈക്ലോൺ 4ന്റെ വേദി എന്ന് 2026 ഏപ്രിൽ ആയിരുന്നു ഈജിപ്തിലെ അൻഷാസ്. അപ്പോൾ ഇന്ത്യയും ഈജിപ്തും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമായ സൈക്ലോൺ 4ന്റെ വേദി അൻഷാസ് ആണ്. ഈജിപ്തിലെ 2026 ഏപ്രിലാണ് സംയുക്ത സൈനിക അഭ്യാസം നടന്നത്. അടുത്തത് കാസ് 24. എന്താണ് ഈ കാസ് 24 എന്ന് പറഞ്ഞാൽ? ഒരു ദേശീയ സുരക്ഷാ റോഡ് സംരംഭമാണ്. കാസ് 24ന്റെ ദേശീയ റോഡ് സുരക്ഷാ സംരംഭമായ ക്യാഷ് ഫ്രീ ഉണ്ട്, ക്രാഷ് ഫ്രീ. ഈ ക്രാഷ് ഫ്രീ ഇന്ത്യയുടെ ഗുഡ്വിൽ അംബാസിഡർ ആണ് ആര്? MS ധോണി. അപ്പോൾ കാസ് 24ന്റെ ദേശീയ റോഡ് സുരക്ഷാ സംരംഭമാണ് ക്രാഷ് ഫ്രീ. കാസ് 24ന്റെ ക്രാഷ് ഫ്രീ. അപ്പോൾ അതിന്റെ ഇന്ത്യയുടെ ഗുഡ്വിൽ അംബാസിഡർ പ്രമുഖ ക്രിക്കറ്റ് താരമായ MS ധോണിയാണ്. ഇനി കർണാടകയിലെ യാനാ ഗുഹകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കർണാടകയിലെ യാനാ ഗുഹകൾ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ GSI ദേശീയ പ്രാധാന്യമുള്ള ജിയോ ഹെറിറ്റേജ് സൈറ്റായി പ്രഖ്യാപിച്ച ഗുഹകളാണ് കർണാടകയിലെ യാനാ ഗുഹകൾ. അപ്പോൾ ഈ യാനാ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ദേശീയ പ്രാധാന്യമുള്ള ജിയോ ഹെറിറ്റേജ് സൈറ്റായി പ്രഖ്യാപിച്ചതാണ് എന്ത്? ഈ യാനാ ഗുഹകൾ. ഓക്കെ അല്ലേ? നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണം. രാജ്യാന്തര 2020 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യൻ താരം ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്മൃതി മന്ദാനയാണ് രാജ്യാന്തര 2020 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യൻ താരം. അടുത്തത് അഹമ്മദാബാദിലെ കങ്കാരിയ കോച്ചിങ് ഡിപ്പോയെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അഹമ്മദാബാദിലെ കങ്കാരിയ കോച്ചിങ് ഡിപ്പോ ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ ന്യൂട്രൽ റെയിൽവേ ഡിപ്പോയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ ന്യൂട്രൽ റെയിൽവേ ഡിപ്പോ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതുവിടെ? കങ്കാരിയ കോച്ചിങ് ഡിപ്പോയാണ് അഹമ്മദാബാദിലെ കങ്കാരിയ കോച്ചിങ് ഡിപ്പോ. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഫാക്റ്റാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. 2026 ഗോൾഡ് മാൻ പരിസ്ഥിതി സമ്മാനത്തെ കുറിച്ചാണ്. 2026 ഗോൾഡ് മാൻ പരിസ്ഥിതി സമ്മാനം
ഈ 2026 ഗോൾഡ്മാൻ പരിസ്ഥിതി സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രസ്താവന തരത്തിലൊക്കെ ചോദിക്കാം. സാറാ ഫിഞ്ച്, ഇംഗ്ലണ്ടിൽ നിന്നുള്ള സാറാ ഫിഞ്ച്, അലന്ന അക്കാബ് ഹർലി, അമേരിക്കൻ ഐക്യനാടുകളിൽ നിന്നുള്ള അലന്ന അക്കാബ് ഹർലി, ദക്ഷിണ കൊറിയയിൽ നിന്നുള്ള ബോറിൻ കിം, അതുപോലെ തന്നെ കൊളംബിയയിൽ നിന്നുള്ള യുവോലിസ് മോറൽസ് ബ്ലാങ്കോ, പപ്പുവ ന്യൂഗിനിയിൽ നിന്നുള്ള തിയോനില റോക്ക്മാച്ച് ബോബ്, അതുപോലെ നൈജീരിയയിൽ നിന്നുള്ള ഇറോറ തൻഷി. അപ്പോൾ ഇത് കുറച്ച് പാടാണ്, മനസ്സിലാക്കിയിരിക്കണം. 2026 ഗോൾഡ്മാൻ പരിസ്ഥിതി സമ്മാനമാണ്. ഗോൾഡ്മാൻ പരിസ്ഥിതി സമ്മാനം ആണ് ഏത് 2026 ലഭിച്ചവർ ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാറാ ഫ്രിഞ്ച് ഇംഗ്ലണ്ടിൽ നിന്നുള്ള, അതുപോലെ തന്നെ അലന്ന അക്കാബ് ഹാർലി അമേരിക്കൻ ഐക്യനാടുകളിൽ നിന്നുള്ള, അതുപോലെ തന്നെ ബോറിൻ കിം ദക്ഷിണ കൊറിയയിൽ നിന്നുള്ള, യുവേലിസ് മോറൽസ് ബ്ലാങ്കോ കൊളംബിയയിൽ നിന്നുള്ള, തിയോനില റോക്കാമാറ്റ് ബോബ് പാപ്പുവ ന്യൂഗിനിയിൽ നിന്നുള്ള, ഇറോറ തൻഷി നൈജീരിയയിൽ നിന്നുള്ള വ്യക്തിത്വം. അപ്പോൾ ഓർത്തിരിക്കണം, പരിസ്ഥിതി സംരക്ഷണ രംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പുരസ്കാരമാണ് ഗോൾഡ്മാൻ പരിസ്ഥിതി സമ്മാനം എന്ന് പറയുന്നത്, ഗോൾഡ്മാൻ എൻവയോൺമെന്റൽ പ്രൈസ്. ഓർത്തിരിക്കണം, ഇതിനെ മറ്റൊരു പേരിൽ അറിയപ്പെടാറുണ്ട്. എക്സാമിന് അങ്ങനെയും ചോദിക്കാം. ഈ ഗോൾഡ്മാൻ എൻവയോൺമെന്റൽ പ്രൈസിന് പകരം ഗ്രീൻ നോബൽ. ഓർത്തിരിക്കണം, ഈ ഗ്രീൻ നോബലിനെയാണ് ഗോൾഡ്മാൻ പരിസ്ഥിതി സമ്മാനം എന്നറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ പരിസ്ഥിതി സംരക്ഷണ രംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പുരസ്കാരമാണ് ഗോൾഡ്മാൻ പരിസ്ഥിതി സമ്മാനം എന്നറിയപ്പെടുന്ന ഗ്രീൻ നോബൽ. 1989 റിച്ചാർഡ് ഗോൾഡ്മാനും റോഡ ഗോൾഡ്മാനും ചേർന്നാണ് ഈ പരിസ്ഥിതി നോബലായ ഗ്രീൻ നോബലായ ഗോൾഡ്മാൻ പരിസ്ഥിതി സമ്മാനം പുരസ്കാരം സ്ഥാപിക്കുന്ന. ആരൊക്കെയാണ്? റിച്ചാർഡ് ഗോൾഡ്മാനും റോഡ ഗോൾഡ്മാനും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന പരിസ്ഥിതി പ്രവർത്തകരെ ആദരിക്കുക എന്നുള്ളതായിരുന്നു ഈ പുരസ്കാരം ഗ്രീൻ നോബൽ ഏർപ്പെടുത്തിയതിന്റെ ലക്ഷ്യം. ആഫ്രിക്ക, ഏഷ്യ, യൂറോപ്പ്, വടക്കേ അമേരിക്ക, തെക്കേ മധ്യ അമേരിക്ക, ദ്വീപ് രാഷ്ട്രങ്ങൾ എന്നിങ്ങനെ 6 ഭൂമിശാസ്ത്ര മേഖലയിൽ നിന്നുള്ളവർക്കാണ് ഓരോ വർഷവും പുരസ്കാരം നൽകുന്നത്. ആർക്കൊക്കെയാണ്? ആഫ്രിക്ക, ഏഷ്യ, യൂറോപ്പ്, വടക്കേ അമേരിക്ക, തെക്ക് മധ്യ അമേരിക്ക, ദ്വീപ് രാഷ്ട്രങ്ങൾ എന്നിങ്ങനെ 6 ഭൂമിശാസ്ത്ര മേഖലകളിൽ നിന്നുള്ളവർക്കാണ് എന്ത് ചെയ്യുന്ന ഓരോ വർഷവും പുരസ്കാരം നൽകുന്നത്. ഇതിനകത്ത് ഓസ്ട്രേലിയ എന്നും വരുന്നില്ല, ഭൂഖണ്ഡങ്ങളിൽ വരുന്നില്ല, അറിയാലോ. ഇതിന്റെ സമ്മാനത്തുക എന്ന് പറയുന്നത് ഓരോ ജേതാവിനും ഏകദേശം 1.6 കോടി രൂപയാണ് സമ്മാനമായി ലഭിക്കുന്നത്. അപ്പോൾ 2026 പുരസ്കാരം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത് 6 വനിതകൾക്കാണ് ലഭിച്ചത്. കൊളംബിയയിൽ നിന്നുള്ള ആരപ്പൊന്ന് പറഞ്ഞേ, കൊളംബിയയിൽ നിന്നുള്ള യുവേലിസ് മൊറാലസ് ബ്ലാങ്കോ, ദക്ഷിണ കൊറിയയിൽ നിന്നുള്ള ബോറിൻ കിം, ഏഷ്യയിലെ ആദ്യത്തെ വിജയകരമായ യുവജന കാലാവസ്ഥാ നിയമ പോരാട്ടത്തിനാണ് ബോറിൻ കിമ്മിന് എന്ത് ലഭിക്കുന്നത്? ഗ്രീൻ നോബൽ അഥവാ ഗോൾഡ്മാൻ പരിസ്ഥിതി സമ്മാനം ലഭിക്കുന്നത്. അതുപോലെ സാറാ ഫിഞ്ച് UK, ഇറോറ ടാൻഷി നൈജീരിയ, അതുപോലെ തിയോനില റോക്ക മട്ടബോബ് പപ്പുവ ന്യൂഗിനിയിൽ നിന്നുള്ള, അലന്ന അക്കാബ് ഹർലി USA നിന്നുള്ള. ഓക്കെ അല്ലേ? 2025 മറ്റു പലർക്കും ലഭിച്ചിരുന്നു. സെമിയ ഗർബി, അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചാൽ നിങ്ങൾ ആ കൺഫ്യൂഷൻ ആവും. ഓക്കെ അല്ലേ? ഇന്ത്യയിൽ നിന്ന് അലോക് ശുക്ല ഈ പുരസ്കാരം ഗോൾഡ്മാൻ പരിസ്ഥിതി സമ്മാനം അല്ലെങ്കിൽ ഗ്രീൻ നോബൽ നേടിയിട്ടുണ്ട്. 2024 അലോക് ശുക്ല നേടിയിട്ടുള്ളത് ഛത്തീസ്ഗഡിലെ ഹസ്ദിയോ അരണ്യ മേഖലയിലെ കൽക്കരി ഖനനത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിനാണ് 2024 ഇന്ത്യയിൽ നിന്നുള്ള അലോക് ശുക്ലയ്ക്ക് ഗോൾഡ്മാൻ പരിസ്ഥിതി സമ്മാനമായ ഏത് ലഭിച്ചത്? ഗ്രീൻ നോബൽ ലഭിച്ചത്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഏപ്രിൽ 2026 ബന്ധപ്പെട്ട കുറേ കറണ്ട് അഫേഴ്സും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് മനസ്സിലാക്കിയത്. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ കണ്ടിന്യൂസ് പോർഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടുക. നിങ്ങൾ ഊർജ്ജസ്വലതയോടെ പഠിക്കുക. റിസൾട്ട് താനേ വന്നുകൊള്ളും. ബൈ, ടേക്ക് കെയർ.